നമ്മൾ ഒരു കടയിൽ ഇതുപോലത്തെ സോക്കറ്റൊക്കെ മേടിക്കാൻ പോകുമ്പോൾ പല പ്രൈസിൻ്റെ സോക്കറ്റ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഏറ്റവും വില കുറഞ്ഞതൊക്കെ പോയിട്ട് മേടിച്ചിട്ട് പോരും. അങ്ങനെ വില കുറഞ്ഞൊരു സോക്കറ്റാണിത്. അപ്പോൾ ഇത് ഞാനൊന്ന് അയച്ചു നോക്കി. അപ്പോൾ അതിൻ്റെ പോരായ്മകളും ഗുണങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതിൻ്റെ ഈ എർത്ത് പിന്നുണ്ടല്ലോ, ഈ എർത്ത് പിന്ന് വെറും ഒരു ഡമ്മി മാത്രമാണ്. കണ്ടോ, ഇത് ഇവിടെ വരെ. അതിനുശേഷം ഈ എർത്ത് പിന്നിന്ന് ഇതിൻ്റെ ഒറിജിനൽ സോക്കറ്റ് എന്നുള്ള എർത്ത് പിന്നിലോട്ട് കണക്ഷൻ ഒന്നും പോയിട്ടില്ല. അതായത് നമ്മൾ കൊടുക്കുന്ന സ്ഥലത്ത്. അതായത് നമ്മൾ എന്ത് അപ്ലയൻസസ് ഈ സോക്കറ്റിൽ കുത്തിയാലും ഇതിൻ്റെ എർത്തുമായിട്ട് കണക്റ്റഡ് ആവില്ല. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അയൺ ബോക്സൊക്കെയാണ് കുത്തുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടായാൽ നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത 100% ആണ്. പിന്നെ ഇതിനകത്ത് 4 സ്ക്രൂ ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 സ്ക്രൂവും ഒരേ സൈസുള്ള സ്ക്രൂ ആണ്. അപ്പോൾ അത് ശരിക്കും ഈ പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ്. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയും. ഇതുപോലത്തെ കോമ്പണൻറ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്ക്രൂ എല്ലാം ഒരേ സ്ക്രൂ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ കോസ്റ്റും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അസംബ്ലിയുടെ സമയത്ത് സ്ക്രൂ മാറ്റി ഉപയോഗിക്കാനൊക്കെയുള്ള സാധ്യത കുറവാണ്. ദാറ്റ്സ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ഗുഡ് അസംബ്ലി പ്രാക്ടീസസ് ആൻഡ് ദിസ് പ്രൊഡക്റ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ഗുഡ് അസംബ്ലി. ഇത് വർക്കാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വയർ ഇവിടെ സോൾഡർ വിട്ടതാണ്. നമ്മളിനി അത് സോൾഡർ ചെയ്തിട്ട് ഇത് വീണ്ടും യൂസ് ചെയ്യും.